രാഷ്ട്രീയത്തിന് പ്രസക്തിയില്ല. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ദൈവവിശ്വാസികളുണ്ട്. ഭഗവാൻ വിളിച്ചാൽ ആർക്കും തടയാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് AV ഗോപിനാഥൻ എന്ന് ഞാൻ 2 ദിവസമായി വിശ്വസിക്കുന്നു. മാത്രമല്ല, പാലക്കാട് ജില്ലയിൽ നമ്മുടെ ഡയറക്ടർ പറഞ്ഞ മാതിരി പാലക്കാട് ജില്ലയിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ചെയർമാൻ സ്ഥാനം ആദ്യമായിട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അറിഞ്ഞിട്ടില്ല ഇതിന് പൂർവികരാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കഴിഞ്ഞ കുറേ കാലഘട്ടത്തിന് ശേഷം ദേവസ്വത്തിൻ്റെ ചെയർമാൻ സ്ഥാനം പാലക്കാട്ടിലേക്ക് വരുന്നത് എൻ്റെ കുട്ടിക്കാലത്തിന് ശേഷം ഇപ്പം നടാടെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. കേന്ദ്രമന്ത്രിക്ക് പലതും ആഗ്രഹിക്കാം, കാരണം അവരൊക്കെ വലിയ വലിയ ആളുകളാണ്. ഞാൻ ഇതുവരെ പാടത്ത് വെള്ളം തുറന്ന് കൃഷി ചെയ്ത് വളർന്നു വന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ആലോചനയ്ക്ക് പരിമിതികളുണ്ട്. കേന്ദ്രമന്ത്രിയുടെ ആലോചനയ്ക്ക് ദീർഘദൃഷ്ടിയോട് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. അല്ല, ഇനി ഞാൻ വന്ന് ഇനി എന്നെ മാറ്റി വന്നിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല, അതിനൊരു സംശയം. കൊയ്ത്ത് എൻ്റെ കതിരായി വിളയാൻ പോകുന്നേ ഉള്ളൂ. ഇതെല്ലാം അറിയാം മൂപ്പർക്ക്. പക്ഷെ എന്നാലും കൊയ്ത്തിന് മോശം വരില്ല ഞാൻ. അതാണ് കുറച്ച് നേരത്തെയായി. അതാണ് ആ ഫണ്ടുകളെല്ലാം തന്നെ അതിനെക്കുറിച്ച് ഞങ്ങളൊന്ന് കൂടിയിരുന്ന് ആലോചിച്ചിട്ട് ഏതാണ് ചിലവാകാത്തത്, എന്താ ചെയ്യാനുള്ള തടസ്സം എന്ന് പഠിച്ച് തടസ്സങ്ങൾ നീക്കി ആ പണം ചെലവാനുള്ള നടപടികൾ ഇവരെന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ബാക്കി അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഞാൻ ചെയ്യും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാമല്ലോ, ഞാൻ ഒന്നിനെയും പേടിച്ച് പുറകോട്ട് പോകുന്നവനല്ല. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും എല്ലാ തടസ്സങ്ങളെയും നീക്കം ചെയ്യാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. അത് കേന്ദ്രമാണെങ്കിലും ശരി, കേരളമാണെങ്കിലും ശരി. കള ഏതാണ് നല്ലത്, ഏതാ കള എന്ന് പരിശോധിക്കട്ടെ. പക്ഷെ എൻ്റെ കണ്ണിൽ പെടാതെ ഒരു കള പോകുന്നു ഞാൻ വിശ്വസിച്ചിട്ടില്ല. അതെ അതെ, ഈ ഭരണസമിതിയുടെ വിജയം അതാണ്. ഒന്നും ആഗ്രഹിക്കാത്ത ഞാൻ ഇതിൻ്റെ ചെയർപേഴ്സണായി. വനിതാ ദിനത്തിൽ വനിതാ മെമ്പർ ഒരാൾ ഇതിൻ്റെ ഭരണസമിതി അംഗമായി. അപ്പം ഇത്രയും ഭാഗ്യം ചെയ്തൊരു ഭരണസമിതി ഞങ്ങളല്ലാതെ വേറെ ആരാണുള്ളത്?